ഈ കാണുന്ന ലറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ കൊണ്ടുവരാം, അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കളർ പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ലോഗ് ഫുട്ടേജ്, ഇത് ലോഗ് ഫുട്ടേജിനായിട്ടുള്ളതാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ലോഗ് ഫുട്ടേജ് എടുക്കുക. എടുത്ത ശേഷം നിങ്ങൾ ഇവിടെ ലറ്റ്സിൽ വരിക. ലറ്റ്സിൽ വന്നിട്ട് ഇവിടെ ആയിട്ട് ആണ് നമ്മുടെ ലറ്റ്സ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇവിടെ നിന്നല്ല ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇനി താഴെ വന്നാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളർ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ലുക്കപ്പ് ടേബിൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ലിസ്റ്റ് എന്നും ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്നും ഉണ്ട്. ഇതിൽ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡാമേജിലുള്ള ലറ്റ്സുകൾ ഏതൊക്കെയാണോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ പിക്സൽ മലയാളി എന്നടിച്ച് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചു. നിങ്ങൾ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ കാണുന്ന 2 ലറ്റ്സാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഇത് രണ്ടും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇത് രണ്ടും വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ അങ്ങ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതങ്ങ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഈ ഡാവിഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്പൺ ലെറ്റ് ഫോൾഡറിൽ ഒന്ന് ഞെക്കിയത് കാരണം തൊട്ട് മുകളിൽ അപ്ഡേറ്റ് ലിസ്റ്റ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ലിസ്റ്റ് ഇപ്പം ഇതിനകത്ത് വന്ന് കാണും. നമുക്കിനി സേവ് കൊടുത്തിട്ട് തിരിച്ചിവിടെ ലറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഫോൾഡർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇതേ കിടപ്പുണ്ട് നമ്മളെ ഫോൾഡർ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ 2 ലറ്റ്സും ഇവിടെ കിടപ്പുണ്ട്. നോഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. Alt S പ്രസ് ചെയ്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ലറ്റ്സിൻ്റെ മുകളിൽ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ടു കറണ്ട് നോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നോഡിൽ അത് അപ്ലൈ ആവും. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മളിങ്ങനെ കളർ ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഫുട്ടേജിൽ വലിച്ചിടുമ്പോൾ ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ ലൈറ്റൊക്കെ വ്യത്യാസമുള്ള ഫുട്ടേജ് ആണെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ താഴെയായിട്ട് ഇവിടെ കീ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന കീ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ താഴെ നോക്കിയാൽ കീ ഔട്ട്പുട്ട് എന്നും പറഞ്ഞ് കാണാം. അതിൽ ഈ ഗെയിൻ എന്നുള്ളത് നിങ്ങളിങ്ങനെ കട്ട് ചെയ്യും തോറും അതിങ്ങനെ കുറഞ്ഞ് വരണം കാണാം. കണ്ടോ, അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഗെയിനിൽ മാറ്റം വരുത്തിയിട്ട് വലിയ രസമില്ല, ഫുട്ടേജ് ഒരുമാതിരി പിന്നും ലോഗ് ഫയലായിട്ട് മാറി പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹൈലൈറ്റും ഈ ഒരു വീലിൻ്റെ പേജ് വരെ കളർ വീൽ പേജ് വന്നിട്ട് ഇവിടെ ഷാഡോയും ഹൈലൈറ്റ് ഒക്കെ കാണും. അതിൽ ഷാഡോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളും പിന്നും വരുത്താം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലറ്റ്സ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്കത് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.